കത്തുന്ന ഗ്യാസിൽ കുക്കർ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചാൽ എന്താവാന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളൊരു കപ്പിലേക്ക് കുറച്ച് ഹാൻഡ് വാഷും കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കിയതിന് ശേഷം നമ്മുടെ തലയാണയൊക്കെ നമ്മൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ പൂപ്പലൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇതുപോലെ കത്തുന്ന ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ കുക്കറിനൊന്ന് കമഴ്ത്തി വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയാണ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തലയാണയിലൊക്കെ ഇപ്പോൾ തലയിലുള്ള എണ്ണയും എന്തെല്ലാം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങാത്ത ടവലോ അല്ലെങ്കിൽ കുട്ടികളുടെ യൂണിഫോം ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ കറണ്ട് പോയിരിക്കുന്ന സമയത്ത് ഷർട്ടൊക്കെ അയൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള കുക്കറിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ കുക്കർ എപ്പോഴും നല്ല വൃത്തിയായിട്ടുള്ള കുക്കറായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഫ സെറ്റിലും ദിവാനിലൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കളയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാനും ക്ലീനാക്കി എടുക്കാനും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ആ ഒരു നനവ് പോകാനായിട്ട് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള കുക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അവിടെയുള്ള നനവെല്ലാം തന്നെ പോകാനും നല്ല പോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും സാധിക്കും. മഴക്കാലമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും അതുപോലെ വീടെല്ലാം തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.